നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ദേവാലയങ്ങൾക്കും വീടുകൾക്കും മുന്നിൽ പിണ്ടിയിൽ ദീപാലങ്കാരമൊരുക്കിയും വഴിയോരങ്ങൾ അലങ്കരിച്ചും ദനഹ പെരുന്നാൾ ആഘോഷം. വിശ്വാസികൾ ദനഹയെ വരവേൽക്കുന്നത് യേശുക്രിസ്തുവിന്റെ മാമോദിസ ചടങ്ങിനെ അനുസ്മരിച്ച്. തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി വൈദ്യുതി ദീപപ്രഭയിൽ ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയം. നിറപ്പറകളുടെ സമൃദ്ധിയിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പിള്ളേര് താലപ്പൊലി ആഘോഷിച്ചു. ക്ഷേത്രത്തിലെ ഉപദേവതയായ എടത്തിരികത്തുകാവ് ഭഗവതിക്ക് നാട്ടുകാരുടെ വകയായി താലപ്പൊലി സംഘത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ആഘോഷത്തിൽ പങ്കെടുത്ത് ആയിരങ്ങൾ ഭഗവതിയുടെ അനുഗ്രഹം നേടി. വ്യക്തിവൈരാഗ്യത്തെ തുടർന്ന് ഭിന്നശേഷിക്കാരനായ യുവാവിനെ ആക്രമിച്ചു പരിക്കേൽപ്പിച്ച കേസിൽ പ്രതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് കിഴൂർ സ്വദേശി കറുപ്പം വീട്ടിൽ 39 വയസ്സുള്ള അസീസ്. ആക്രമണത്തിന് കാരണം അതിർത്തി സംബന്ധിച്ച തർക്കങ്ങൾ. വിശദമായ വാർത്തയിലേക്ക്. ദേവാലയങ്ങൾക്കും വീടുകൾക്കും മുന്നിൽ പിണ്ടിയിൽ ദീപാലങ്കാരമൊരുക്കിയും വഴിയോരങ്ങൾ അലങ്കരിച്ചുമുള്ള ദനഹ പെരുന്നാൾ ആഘോഷം വർണ്ണാഭമായി. യേശുക്രിസ്തുവിന്റെ മാമോദിസ ചടങ്ങിനെ അനുസ്മരിച്ചാണ് വിശ്വാസികൾ ദനഹയെ വരവേൽക്കുന്നത്. ദനഹ പെരുന്നാളിന്റെ ഭാഗമായി കുന്നംകുളത്ത് പടിഞ്ഞാറങ്ങാടി, വാലിപ്പറമ്പ്, വൈശ്ശേരി, മതിൽപ്പുറം, ചിറളയം, അഞ്ചങ്ങാടി, തെക്കേ അങ്ങാടി, മിഷേനങ്ങാടി, കുന്നത്തങ്ങാടി, കിഴക്കേ അങ്ങാടി, സ്റ്റാർ കോർണർ എന്നിവിടങ്ങളിലാണ് പ്രധാന ആഘോഷം. ഈ വഴിയോരങ്ങളെല്ലാം അലങ്കാര വിളക്കുകൾ തെളിയിച്ച് പ്രകാശപൂരിതമായി. വീടുകൾക്ക് മുന്നിലും പ്രധാന സെന്ററുകളിലും വാഴപ്പിണ്ടികളിൽ ദീപങ്ങൾ തെളിയിച്ചു. വാദ്യമേളങ്ങളും വിവിധ കമ്മിറ്റികളും പെരുന്നാളിനെ വരവേൽക്കുന്നുണ്ട്. തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി വൈദ്യുതി ദീപപ്രഭയിൽ ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയം. ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിലെ 254 കമ്പിടി തിരുനാളിന് തുടക്കമായി. ഇടവകയുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ കമ്പിടി തിരുനാൾ 5, 6, 7, 8 തീയതികളിലായാണ് ആഘോഷിക്കുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് 5-ന് ദർശനസഭ, പ്രസ്തേന്തി വാഴ്ച, ആശീർവാദം എന്നിവയ്ക്ക് ശേഷം മംഗലപ്പുഴ സെന്റ് ജോസഫ് പൊന്തിഫിക്കൽ മേജർ സെമിനാരി വൈസ് റെക്ടർ ഫാദർ വിൻസെന്റ് കുണ്ടുകുളം കാർമ്മികനായി ദിവ്യബലിയും ലതീഞ്ഞ്, നൊവേന എന്നിവ നടന്നു. തുടർന്ന് പ്രദക്ഷിണവുമുണ്ടായി. തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായുള്ള ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മവും തുടർന്ന് നടന്ന CCPAയുടെ ആഭിമുഖ്യത്തിലുള്ള മെഗാ ഷോയും TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. 15 ലക്ഷം രൂപയുടെ കാരുണ്യ പദ്ധതിയായ പ്രതിമാസ പെൻഷൻ പദ്ധതിയുടെയും വിവാഹ സഹായ പദ്ധതിയുടെയും ഉദ്ഘാടനം മുരളി പെരുന്നെല്ലി MLA നിർവഹിച്ചു. പഴയകാലത്ത് പള്ളിയുടെ തിരുമുറ്റത്ത് വെളിച്ചത്തിനുവേണ്ടി ഉപയോഗിച്ചിരുന്ന തേങ്ങാവിളക്ക് തെളിയിക്കൽ ചടങ്ങ് പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ജോൺസൺ ഐനിക്കലും പള്ളിയുടെ തിരുമുറ്റത്തെ പിണ്ടി തെളിയിക്കൽ ഫാദർ വിൻസെന്റ് കുണ്ടുകുളവും നിർവഹിച്ചു. 40 വർഷം ചിറ്റാട്ടുകര പള്ളിയുടെ ശുശ്രൂഷയായി സേവനം ചെയ്ത CJ ജോസിനെ ചടങ്ങിൽ മൊമന്റോ നൽകി ആദരിച്ചു. വികാരി ഫാദർ വിൽസൺ പിടിയത്ത് അധ്യക്ഷനായി. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ്, സഹവികാരി ഫാദർ ജേക്കബ് പള്ളിപ്പുറത്ത്, ട്രസ്റ്റിമാരായ PV പിയൂസ്, PK ആന്റണി, PJ ലിയോ, ജനറൽ കൺവീനർ PD ജോസ്, ജോയിന്റ് ജനറൽ കൺവീനർ CJ സ്റ്റാൻലി, കൺവീനർമാരായ ജസ്റ്റിൻ ഫ്രാൻസിസ്, PC ജോയ്സൺ, ജസ്റ്റിൻ തോമസ്, CCPA കൺവീനർ ആന്റണി കൊള്ളന്നൂർ എന്നിവർ സംസാരിച്ചു. പിണ്ടി തിരുനാൾ ദിനമായ ശനിയാഴ്ച വൈകിട്ട് 5:30-ന് അദിലാബാദ് രൂപത ബിഷപ്പ് മാർ പ്രിൻസ് പാണേങ്ങാടൻ സമൂഹ ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് തിരുനാൾ പ്രസിഡന്തി വാഴ്ച, വേസ്പര എന്നിവ ഉണ്ടാകും. ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ സീനിയർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ശനിയാഴ്ച രാത്രി 12 മണിക്ക് അമ്പു പ്രദക്ഷിണങ്ങൾ സമാപിക്കും. CCTV ന്യൂസ്, കേച്ചേരി. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ ദനഹ പെരുന്നാൾ ആഘോഷിച്ചു. യേശുക്രിസ്തു മാമോദിസ സ്വീകരിച്ചതിന്റെ സ്മരണയായിട്ടാണ് ദനഹ പെരുന്നാൾ ആഘോഷിക്കുന്നത്. ദേവാലയങ്ങളിലും വീടുകളിലും വാഴപ്പിണ്ടികളിൽ ചിരാതുകൾ തെളിയിച്ചും മെഴുകുതിരികൾ കത്തിച്ചുമാണ് വിശ്വാസികൾ പിണ്ടി പെരുന്നാളിനെ വരവേറ്റത്. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ വൈകിട്ട് സന്ധ്യാ നമസ്കാരത്തെ തുടർന്ന് യുവജന പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ ദേവാലയമുറ്റത്ത് 2024 ചരാതുകളിൽ തിരികൾ തെളിയിച്ചു. വികാരി ഫാദർ ജോൺ ഐസക്, സഹവികാരി ഫാദർ ആന്റണി പൗലോസ്, കൈക്കാരൻ സന്തോഷ് CJ, സെക്രട്ടറി സലിൽ സൈമൺ, ഇടവക മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, യുവജന പ്രസ്ഥാനം സെക്രട്ടറി ഡെൽസൺ, ജോയിന്റ് സെക്രട്ടറി അജിൻ സാം M, ബിൻസി ബിനീഷ്, യുവജന പ്രസ്ഥാനം പ്രവർത്തകർ എന്നിവർ നേതൃത്വം നൽകി. ശനിയാഴ്ച വൈകിട്ടും ദനഹയുടെ ഭാഗമായി പള്ളിമുറ്റത്ത് ചിരാതുകൾ തെളിയിച്ചു. കുന്നംകുളം നഗരസഭയുടെ പിണ്ടി ഫെസ്റ്റ് 2024 സാംസ്കാരികോത്സവം ടൗൺ ഹാളിൽ നടന്നു. ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ PM സുരേഷ്, സജിനി പ്രേമൻ, T സോമശേഖരൻ, പ്രിയ സജീഷ്, PK ഷബീർ, കൗൺസിലർ മിനി മോൺസി, സെക്രട്ടറി VS സന്ദീപ് കുമാർ, ഫാദർ ഇയോബ് OIC, പിണ്ടി പെരുന്നാൾ സംയുക്ത കമ്മിറ്റി പ്രസിഡന്റ് തോമസ് തെക്കേക്കര തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് തൃശൂർ പല്ലവി ഓർക്കസ്ട്രയുടെ ഗാനമേള അരങ്ങേറി. യേശുവിന്റെ മാമോദിസയെ അനുസ്മരിച്ച് ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ ദനഹ പെരുന്നാൾ ആഘോഷിച്ചു.
വെള്ളിയാഴ്ച വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയ്ക്കു ശേഷം സുറിയാനി ചാപ്പലിലും എൽദോ മോർ ബസേലിയോസ് ചാപ്പലിലും വികാരി ഫാദർ എൽദോസ് ചിറക്കുഴിയിൽ 13 അടി ഉയരമുള്ള വാഴപ്പിണ്ടിയിൽ ഘടിപ്പിച്ച ചിരാതുകളിൽ ആദ്യ തിരി തെളിയിച്ചു. തുടർന്ന് വിശ്വാസികൾ വീടുകളിലും വാഴപ്പിണ്ടിയിൽ തിരി തെളിയിച്ചു. ശനിയാഴ്ച രാവിലെ സുറിയാനി ചാപ്പലിൽ ധനഹ ശുശ്രൂഷകൾക്ക് ഇടവക വികാരി ഫാദർ എൽദോസ് ചിറക്കുഴിയിൽ കാർമ്മികനായി പ്രഭാത പ്രാർത്ഥന, വിശുദ്ധ കുർബാന, വെള്ളം വാഴ്വ് എന്നിവ ഉണ്ടായി. ശനിയാഴ്ച രാത്രി സുറിയാനി ചാപ്പലിലും എൽദോ മോർ ബസേലിയോസ് ചാപ്പലിലും ഒരുക്കിയ പിണ്ടിയിൽ വികാരി തിരി തെളിയിച്ചു. ശനിയാഴ്ച രാത്രിയിലും ഇടവക കീഴിലുള്ള വീടുകളിൽ പിണ്ടിയിൽ ചിരാതുകൾ കത്തിച്ചും മെഴുകുതിരി കത്തിച്ചും പടക്കം പൊട്ടിച്ചും വിശ്വാസികൾ പിണ്ടി പെരുന്നാളിനെ എതിരേറ്റു. പെരുന്നാൾ ആഘോഷങ്ങൾക്ക് ഫാദർ എൽദോസ് ചിറക്കുഴിയിൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. പഴഞ്ഞി മലബാർ സ്വതന്ത്ര സുറിയാനി സഭ സെന്റ് മേരീസ് പള്ളിയിൽ ധനഹ പെരുന്നാൾ സമുചിതമായി ആഘോഷിച്ചു. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് ഫാദർ തോമസ് കുര്യൻ കാർമ്മികത്വം വഹിച്ചു. വെള്ളിയാഴ്ച സന്ധ്യാ നമസ്കാരം, പിണ്ടി തെളിയിക്കൽ എന്നിവ ഉണ്ടായി. ശനിയാഴ്ച പ്രഭാത നമസ്കാരം, ധനഹ പെരുന്നാൾ ശുശ്രൂഷ, തുടർന്ന് വിശുദ്ധ കുർബാന, നേർച്ച വിളമ്പും ഉണ്ടായി. ആഘോഷങ്ങൾക്ക് സെക്രട്ടറി സക്കറിയ PK, ട്രഷറർ സത്യൻ ചീരൻ, കൗൺസിൽ അംഗങ്ങൾ, ഇടവക കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ ചാലിശ്ശേരി സെന്റ് ഔഗേൻ സുറിയാനി പള്ളിയിൽ ധനഹ പെരുന്നാൾ ആഘോഷിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം പള്ളിയിൽ സ്ഥാപിച്ച പിണ്ടികളിൽ ഫാദർ വർഗീസ് വാഴപ്പിള്ളി തിരി തെളിയിച്ചു. ഇടവകയ്ക്ക് കീഴിലുള്ള MISC യൂത്ത് ലീഗിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ തമ്പോലവാദ്യം ചാലിശ്ശേരി അങ്ങാടി ചുറ്റി പള്ളിയിൽ സമാപിച്ചു. ശനിയാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയും വെള്ളം വാഴും, രാത്രിയിൽ സന്ധ്യാപ്രാർത്ഥനയും ഉണ്ടായി. സെക്രട്ടറി ടോം A. ജോർജ്, ട്രഷറർ ബോബൻ പോൾസി എന്നിവരടങ്ങുന്ന കമ്മിറ്റി നേതൃത്വം നൽകി. മറ്റു വാർത്തയിലേക്ക്. എരുമപ്പെട്ടി കരിയന്നൂരിൽ ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. വെള്ളത്തേരി ഹാഷിമിനാണ് പരിക്കേറ്റത്. കരിയന്നൂർ പാടശേഖരത്തിനടുത്ത് ഇന്ന് രാവിലെ 9:30യോടെയാണ് അപകടമുണ്ടായത്. പരിക്കേറ്റ ഹാഷിമിനെ എരുമപ്പെട്ടി എക്സ് പ്രവർത്തകർ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിറപറകളുടെ സമൃദ്ധിയിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പിള്ളേര് താലപ്പൊലി ആഘോഷിച്ചു. ക്ഷേത്രത്തിലെ ഉപദേവതയായ ഇടത്തരികത്തുകാവ് ഭഗവതിക്ക് നാട്ടുകാരുടെ വകയായി താലപ്പൊലി സംഘത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ആഘോഷത്തിൽ പങ്കെടുത്ത് ആയിരങ്ങൾ ഭഗവതിയുടെ അനുഗ്രഹം നേടി. പതിവ് പൂജകൾ നേരത്തെ പൂർത്തീകരിച്ച് ക്ഷേത്രനട 11:30 അടച്ച ശേഷമാണ് ചടങ്ങുകൾ തുടങ്ങിയത്. വാദ്യമേളങ്ങളുടെയും 3 ആനകളുടെയും അകമ്പടിയോടെ ഭഗവതി ക്ഷേത്രത്തിന് പുറത്തേക്ക് എഴുന്നള്ളി. കൊമ്പൻ ഇന്ദ്രസൻ ഭഗവതിയുടെ തിടമ്പേറ്റി. ഗോകുലും വിഷ്ണുവും ഇടംവലം അണിനിരന്ന് എഴുന്നള്ളിപ്പിന് പ്രൗഢിയേകി. പുറത്തേക്ക് എഴുന്നള്ളിപ്പിന് പല്ലാവൂർ ശ്രീധരന്റെ നേതൃത്വത്തിൽ പഞ്ചവാദ്യവും, തിരിച്ചെഴുന്നള്ളിപ്പിന് തിരുവല്ല രാധാകൃഷ്ണൻ, കോട്ടപ്പടി സന്തോഷ് എന്നിവരുടെ നേതൃത്വത്തിൽ മേളവും അകമ്പടിയായി. തിരിച്ചെഴുന്നള്ളിപ്പ് ദീപസ്തംഭത്തിന് മുന്നിൽ എത്തിയതോടെ വെളിച്ചപ്പാട് സുരേന്ദ്രൻ നായർ ചെമ്പട്ടണിഞ്ഞ് ഭഗവതിയുടെ വാളും ചിലമ്പുമായി ഉറഞ്ഞുതുള്ളി പറചെരിഞ്ഞു. ഭക്തജനങ്ങളുടെ വഴിപാടായി നെല്ല്, അരി, മലർ, അവിൽ, പൂവ്, പഴം, ശർക്കര, മഞ്ഞൾ, കുങ്കുമം തുടങ്ങിയ ദ്രവ്യങ്ങൾ നിറച്ച 1008 പറകളാണ് ഭഗവതിക്കായി ഒരുക്കിയിരുന്നത്. തുടർന്ന് നാഗസ്വരത്തോടെ കുളപ്രദക്ഷിണം പൂർത്തിയാക്കി ഭഗവതിയെ വരവേൽക്കാനായി കിഴക്കേ നടപ്പുരയിൽ അലങ്കാരങ്ങളും വിധാനങ്ങളും ഒരുക്കിയിരുന്നു. രാത്രി പുറത്തേക്ക് എഴുന്നള്ളിപ്പിന് ശേഷം കളമ്പാട്ടു നടന്നു. താലപ്പൊലിയോടനുബന്ധിച്ച് ഭഗവതിക്ക് വാകച്ചാർത്ത്, ദീപാലങ്കാരം, പുഷ്പാലങ്കാരം, വിശേഷാൽ പൂജകൾ എന്നിവയുമുണ്ടായിരുന്നു. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ രാവിലെ മുതൽ കലാപരിപാടികളും അരങ്ങേറി. CCTV ന്യൂസ്, ഗുരുവായൂർ. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിന് കീഴിലുള്ള ജെറുസലേം സെന്റ് ജോൺസ് കുരിശുപള്ളിയിലെ മാർ യോഹനാൻ മാംദാനയുടെ ഓർമ്മ പെരുന്നാൾ ആഘോഷിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് 7-ന് വികാരി ഫാദർ ജോൺ ഐസക്, സഹവികാരി ഫാദർ ആന്റണി പൗലോസ് എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ സന്ധ്യാ നമസ്കാരവും തുടർന്ന് പ്രദക്ഷിണം, ആശീർവാദം, നേർച്ച വിളമ്പൽ എന്നിവയുമുണ്ടായി. ശനിയാഴ്ച രാവിലെ 6:30 പ്രഭാത നമസ്കാരം, 7-ന് വിശുദ്ധ കുർബാനയും നടന്നു. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിലെ വികാരി ഫാദർ ജോൺ ഐസക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് 4:30 അങ്ങാടി ചുറ്റിയുള്ള പ്രദക്ഷിണത്തിനും ആശീർവാദത്തിനും ശേഷം നടന്ന നേർച്ച സദ്യയിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ജോൺ ഐസക്, സഹവികാരി ഫാദർ ആന്റണി പൗലോസ്, കൈക്കാരൻ സന്തോഷ് CJ, സെക്രട്ടറി സലിൽ C. സൈമൺ, വാർഡ് മെമ്പർമാരായ സജു K. ഡേവിഡ്, ബിജു CT, കൺവീനർ സച്ചിൻ എന്നിവർ നേതൃത്വം നൽകി. പരവൂർ പഞ്ചായത്ത് അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭക്ഷ്യവിതരണം പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ വികസനം ദേവസ്വം പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി K. രാധാകൃഷ്ണൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഇപ്പോൾ വീണ്ടും നീതി ആയോഗിന്റെ കണക്ക് വന്നിട്ട് 0.52% കുറഞ്ഞു. അതായത് 0.5% എടുത്താണ്. അപ്പോൾ നമ്മൾ അടുത്ത ദിവസം റിവ്യൂ നടത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ടത് അതിനേക്കാൾ കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം നമ്മൾ 2025 നവംബർ 1 അതിദരിദ്രരെ മോചിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ കണക്കുകൂട്ടൽ.
പക്ഷേ അതിനേക്കാളെല്ലാം മുന്നേ നമ്മുടെ കേരളം അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്ത സംസ്ഥാനം എന്നുള്ള പേര് എടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ നമ്മുടെ തൃശ്ശൂർ ജില്ലയായിരിക്കും ഒരു പക്ഷേ അതിദാരിദ്ര്യം പൂർണ്ണമായിട്ടും നിർമ്മാർജ്ജനം ചെയ്ത നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ജില്ലയാണ്. സംസ്ഥാന സർക്കാരിന്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി പ്രകാരം വരവൂർ ഗ്രാമപഞ്ചായത്തിലെ 31 അതിദരിദ്രരെ കണ്ടെത്തി അവർക്കാവശ്യമായ ഭവന പുനരുദ്ധാരണ പദ്ധതി, മരുന്ന്, അവശ്യരേഖകൾ, ആധാർ കാർഡ്, റേഷൻ കാർഡ്, ഭിന്നശേഷിക്കാർക്ക് തിരിച്ചറിയൽ കാർഡ്, പെൻഷൻ എന്നിവ ഗ്രാമപഞ്ചായത്ത് ലഭ്യമാക്കി. അത്താണി ഡെവലപ്മെന്റ് പ്ലോട്ട് മാനുഫാക്ചേഴ്സ് അസോസിയേഷന്റെ സഹായത്തോടെ 31 കുടുംബങ്ങൾക്ക് 19 ഇനങ്ങളുള്ള ഭക്ഷ്യക്കിറ്റാണ് നൽകിയത്. വനിതാ പരിശീലന കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സുനിത അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ കൃഷ്ണതേജ IAS, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK ബാബു, ജില്ലാ വ്യവസായ കേന്ദ്രം ഓഫീസർ S ഷീബ, ജില്ലാ പഞ്ചായത്ത് അംഗം P സാബിറ, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VG ദീപു പ്രസാദ്, ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PK യശോദ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല പ്രഹ്ലാദൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TA ഹിദായത്തുള്ള, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രീതി ഷാജു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ V സക്കീന, M ബീവാത്തുകുട്ടി, VK സേതുമാധവൻ, PS പ്രദീപ്, K ജിഷ, VT സജീഷ്, PK അനിത, ആത്മാ പ്രസിഡന്റ് KA സൈമൺ, ആത്മാ സെക്രട്ടറി MP വിഷ്ണുപ്രസാദ്, വരവൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി EN ഹരിനാരായണൻ, അസിസ്റ്റന്റ് സെക്രട്ടറി MK ആൽഫ്രഡ് എന്നിവർ പങ്കെടുത്തു. CCTV ന്യൂസ്, എരുമപ്പെട്ടി. വെള്ളർക്കാട് കൊല്ലൻപടിയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് പോസ്റ്റിലിടിച്ച് യുവാവിന് പരിക്കേറ്റു. ഗുരുവായൂർ പുത്തൻ വീട്ടിൽ രാഹുലിനാണ് പരിക്കേറ്റത്. രാവിലെ 10 മണിയോടെയായിരുന്നു അപകടം. പരിക്കേറ്റ രാഹുലിനെ എരുമപ്പെട്ടി എക്സ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഭാര്യയെ വധിക്കാൻ ശ്രമിച്ച കേസിൽ ഭർത്താവിന് 9 വർഷം കഠിന തടവും 20,000 രൂപ പിഴയും ശിക്ഷ. ചേലക്കര സ്വദേശിനിയായ കൊണ്ടോർ വീട്ടിൽ ചന്ദ്രൻ മകളും ഗുരുവായൂർ പൂക്കോട് തൊഴിയൂർ തയ്യിൽ വീട്ടിൽ രാജീവിന്റെ ഭാര്യയുമായ സരിതയെ വധിക്കാൻ ശ്രമിച്ച കേസിലാണ് ഭർത്താവായ രാജീവിനെ വിവിധ വകുപ്പുകളിലായി ആകെ 9 വർഷം കഠിന തടവിനും 20,000 രൂപ പിഴ അടയ്ക്കാനും ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതി ശിക്ഷിച്ചത്. 2018 ജൂലൈ 21-ന് തൊഴിയൂരിലെ രാജീവിന്റെ വീട്ടിൽ വെച്ചായിരുന്നു സംഭവം. തയ്യൽ ജോലി കഴിഞ്ഞു വന്ന് വീട്ടിലെ ഹാളിൽ ഇരിക്കുകയായിരുന്ന സരിതയെ ഭർത്താവ് രാജീവ് ഇരുമ്പു ചുറ്റിക കൊണ്ട് പുറകിലൂടെ വന്ന് തലയ്ക്കടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ സരിത തൃശൂർ അമല ആശുപത്രിയിൽ ഏറെ നാൾ ചികിത്സയിലായിരുന്നു. ഭാര്യയിലുള്ള സംശയം മൂലമാണ് ആക്രമണമെന്നാണ് സരിത മൊഴി നൽകിയത്. 2016-ൽ രാജീവ് സരിതയെ കുളിമുറിയിൽ കഴുത്തുപിടിച്ചു കൊല്ലാൻ നോക്കുകയും ചിരവ് മുട്ടിക്കൊണ്ട് തലയ്ക്കടിക്കുകയും ചെയ്തിരുന്നതായും പരാതിയിൽ പറയുന്നു. കേസിൽ സരിതയുടെ മകന്റെയും പിതാവിന്റെയും മൊഴി നിർണായകമായി. പ്രതി മാനസിക രോഗിയാണെന്നും കുറ്റക്കാരനല്ലെന്നും പ്രതിഭാഗം വാദിച്ചു. തുടർന്ന് പ്രതിയെ മാനസിക നില പരിശോധനയ്ക്ക് അയച്ചുവെങ്കിലും മാനസിക നിലയ്ക്ക് തകരാറില്ലെന്നായിരുന്നു റിപ്പോർട്ട്. ഗുരുവായൂർ സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന E ബാലകൃഷ്ണനാണ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും 13 സാക്ഷികളെയും 16 രേഖകളും ഹാജരാക്കി. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ KR രജിത് കുമാർ ഹാജരായി. CCTV ന്യൂസ്, ചാവക്കാട്. വ്യക്തിവൈരാഗ്യത്തെ തുടർന്ന് ഭിന്നശേഷിക്കാരനായ യുവാവിനെ ആക്രമിച്ചു പരിക്കേൽപ്പിച്ച കേസിൽ പ്രതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കീഴൂർ സ്വദേശി കറുപ്പം വീട്ടിൽ 39 വയസ്സുള്ള അസീസിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 3-ാം തീയതി രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. ഭിന്നശേഷിക്കാരനായ യുവാവ് മോട്ടോർ സൈക്കിളിൽ വീട്ടിലേക്ക് പോകുന്നതിനിടെ പ്രതി സ്കൂട്ടറിൽ പിന്തുടർന്നെത്തി കീഴൂർ ഏറത്ത് അമ്പലത്തിന് മുന്നിൽ വെച്ച് മോട്ടോർ സൈക്കിളിൽ നിന്നും തള്ളി വീഴ്ത്തുകയും റോഡിലേക്ക് വീണ ഭിന്നശേഷിക്കാരനെ ഇരുമ്പുകമ്പി കൊണ്ട് തലയിൽ അടിക്കാൻ ശ്രമിക്കുകയുമായിരുന്നുവെന്ന് പരാതിയിൽ പറയുന്നു. ഇരുമ്പുകമ്പി കൊണ്ടുള്ള മർദ്ദനത്തിൽ ഇടതു കാലിനും മുഖത്തും പരിക്കേറ്റിട്ടുണ്ട്. അയൽവാസിയായ ഇരുവരും തമ്മിൽ അതിർത്തി തർക്കം നിലനിന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കേസ് നിലനിൽക്കെയാണ് ആക്രമണമുണ്ടായത്. അറസ്റ്റ് ചെയ്ത പ്രതിയെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി. ചാവക്കാട് പുത്തൻ കടപ്പുറം സൂര്യ കടലാമ സംരക്ഷണ കേന്ദ്രം തൃശൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ വൈശാഖ് IFSന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ചു. സൂര്യ കടലാമ സംരക്ഷണ സമിതി പ്രവർത്തകരായ PA സെയ്ദ് മുഹമ്മദ്, PA നസീർ, PN ഫായിസ്, PA ഷർഫുദ്ദീൻ, KS ഷംനാദ് എന്നിവരുമായി കടലാമ സംരക്ഷണ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു. സൂര്യ ക്ലബിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് സ്വീകരണം നൽകി. തുടർന്ന് പുത്തൻകടപ്പുറം ബീച്ചിലെ കടലാമ സംരക്ഷണ ഹാച്ചറി സന്ദർശിച്ചു. ഈ സീസണിൽ 8 കൂടുകളിലായി 891 മുട്ടകളാണ് ഹാച്ചറിയിലുള്ളത്. റേഞ്ച് ഓഫീസർ അശോക് രാജ്, പ്രൊബേഷണറി റേഞ്ച് ഓഫീസർ ആഷിഖ്, ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഗ്രേഡ് US സനോജ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ K ഉദയകുമാർ എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു.
കടലാമ ഹാച്ചറിക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുമെന്ന് DFO പറഞ്ഞു. ഡ്രൈവിംഗ് സ്കൂൾ അധ്യാപിക കുഴഞ്ഞു വീണ് മരിച്ചു. പെരിങ്ങോട് വട്ടപ്പറമ്പ് അരീക്കര വളപ്പിൽ ബിന്ദു ആണ് കുഴഞ്ഞു വീണ് മരിച്ചത്. 51 വയസ്സാണ്. കറുകപ്പുത്തൂരിലെ സ്വകാര്യ ഡ്രൈവിംഗ് സ്കൂൾ അധ്യാപികയായ ബിന്ദു വീട്ടിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വിജയൻ എന്ന നാരായണനാണ് ഭർത്താവ്. ജിബി മകളാണ്. പരേതനായ കൃഷ്ണൻ പിതാവും പാഞ്ചാലി മാതാവുമാണ്. പുന്നൂർ ഗ്രാമപഞ്ചായത്ത് 2024-25 പദ്ധതി രൂപീകരണവും വികസന സെമിനാറും നടത്തി. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും ആസൂത്രണ സമിതിയും വിവിധ വർക്കിംഗ് ഗ്രൂപ്പുകളും ഗ്രാമസഭകളും മുന്നോട്ട് വെച്ചിട്ടുള്ള വിവിധ വികസന ആശയങ്ങൾക്ക് തയ്യാറാക്കിയ കരട് പദ്ധതി അന്തിമ പദ്ധതിയാക്കുന്നതിനു വേണ്ടി നടത്തിയ സെമിനാർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA വിശ്വനാഥൻ മാസ്റ്റർ പദ്ധതി രേഖ അവതരണം നടത്തി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷമീം അഷ്റഫ്, AK വിജയൻ, ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജിസ്ന ലത്തീഫ്, മെമ്പർമാരായ MV ഹൈദരലി, MK അറാഫത്ത്, ഷെരീഫ കബീർ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ MP ഇക്ബാൽ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി ബിജു നന്ദിയും പറഞ്ഞു. വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങളുടെ ഗ്രൂപ്പ് തിരിഞ്ഞുള്ള ചർച്ചയും ഉണ്ടായിരുന്നു. പുന്നൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ വികസന സെമിനാറിൽ മുസ്ലിം ലീഗ് പ്രതിനിധിയെ സംസാരിക്കാൻ ക്ഷണിക്കാത്തതിൽ പ്രതിഷേധിച്ച് വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിൽ നിന്നും UDF ജനപ്രതിനിധികൾ ഇറങ്ങിപ്പോയി. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പരിപാടികളിൽ എല്ലാ മെമ്പർമാരുടെയും പേരുകൾ ഉൾപ്പെടുത്തുകയും സംസാരിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് അവിയൂർ AUP സ്കൂളിൽ നടത്തിയ വികസന സെമിനാർ മുസ്ലിം ലീഗ് പ്രതിനിധിയായ C അഷ്റഫ് പരിപാടിയിൽ പങ്കെടുത്തില്ല. പകരം മറ്റൊരാളെ സംസാരിക്കാൻ അനുവദിച്ചില്ല എന്ന് ആരോപിച്ചാണ് UDF മെമ്പർമാർ വർക്കിംഗ് ഗ്രൂപ്പ് തിരിഞ്ഞുള്ള ചർച്ചയ്ക്ക് പങ്കെടുക്കാതെ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇറങ്ങിപ്പോക്ക് നടത്തിയത്. പ്രസിഡന്റ് ചോദ്യങ്ങളെയും അഭിപ്രായങ്ങളെയും ഭയപ്പെടുകയാണെന്ന് UDF മെമ്പർമാരായ MV ഹൈദരലി, അസീസ് മന്ദലാങ്കുന്ന് തുടങ്ങിയവർ ആരോപിച്ചു. അതേസമയം സെമിനാറിൽ കക്ഷി നേതാവ് വന്നില്ലെങ്കിൽ തുടർന്ന് അവസരം ലഭിക്കുന്നവർ അഭിപ്രായ പ്രകടനം നടത്താതെ പിന്നീട് പ്രതിഷേധിക്കുന്നത് ശരിയായ രീതിയല്ലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ പറഞ്ഞു. പഞ്ചായത്തിൻ്റെ ഔദ്യോഗിക പരിപാടികളിൽ എല്ലാ പഞ്ചായത്ത് മെമ്പർമാരുടെയും പേര് നോട്ടീസിൽ ഉൾപ്പെടുത്തുകയും അവരാ പരിപാടികളിൽ ഉൾക്കൊള്ളുന്ന ഒരു പതിവാണ് ഇവിടെ നാളിതുവരെ ഉണ്ടായിരുന്നത്. ഈ പുതിയ ഭരണസമിതി LDFന്റെ നേതൃത്വത്തിൽ വന്നതിന് ശേഷം പ്രസിഡന്റ് അതിലൊരു നിയന്ത്രണം കൊണ്ടുവരികയുണ്ടായി. അതായത് ഓരോ കക്ഷികളുടെയും നേതാക്കളെ മാത്രമേ പരിപാടിയുടെ നോട്ടീസിൽ ഉൾപ്പെടുത്തുകയുള്ളൂ, പരിപാടിയിൽ സംസാരിക്കാൻ അവസരം നൽകുകയുള്ളൂ എന്നുള്ളതായിരുന്നു. അതടിസ്ഥാനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ഭരണകക്ഷിയായ CPIMന്റെ പ്രതിനിധിയെ പോലും നോട്ടീസിൽ അത്തരത്തിൽ ഉൾപ്പെടുത്തുകയും പരിപാടികളിൽ സംസാരിക്കാൻ അവസരം നൽകുകയും ഉണ്ടായിരുന്നു. ഇന്ന് നടന്ന സെമിനാറിൽ മുസ്ലിം ലീഗിൻ്റെ കക്ഷി നേതാവ് അദ്ദേഹത്തിന് ചില അസൗകര്യങ്ങൾ മൂലം വരാതിരുന്നിരുന്നു. ഇത്തരം സാഹചര്യത്തിൽ മറ്റു പല പരിപാടികളിലും മുസ്ലിം ലീഗിൻ്റെ കക്ഷിയുടെ മറ്റു ഏതെങ്കിലും പ്രതിനിധിയെ സംസാരിക്കാൻ അവസരം നൽകാറുണ്ടായിരുന്നു. ഇന്ന് അതും പ്രസിഡന്റ് നിഷേധിച്ചിരിക്കുകയാണ്. അതായത് കക്ഷി നേതാവ് വരാത്ത സാഹചര്യത്തിൽ 5 പ്രതിനിധികളുള്ള പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം. മറ്റു 4 കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ 12,008 നാളികേരം എറിഞ്ഞുള്ള വേട്ടേക്കരൻ പാട്ടിനുള്ള ചടങ്ങുകൾ നടന്നു. ശനിയാഴ്ച രാവിലെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ വടക്കേടത്ത് നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകളുണ്ടായി. ശനിയാഴ്ച രാവിലെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ വടക്കേടത്ത് നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകളുണ്ടായി. തുടർന്ന് നാളികേരം സമർപ്പണ ചടങ്ങുകൾ നടന്നു. പിന്നീട് രശീതാക്കിയ ഭക്തജനങ്ങൾ 12,008 നാളികേരം എണ്ണിക്കൂട്ടൽ ആരംഭിച്ചു. വിശേഷാൽ നിവേദ്യമായ ചതുശത പായസം വിതരണം നടന്നു. ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ ഭക്തർക്കും 3 നേരവും അന്നദാനവും ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് 1 മണിയോടെ കളം കുറിക്കൽ ചടങ്ങ് ആരംഭിച്ചു. വൈകിട്ട് തായമ്പക, കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ് എന്നിവയ്ക്ക് ശേഷം ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്തേക്ക് മുല്ലയ്ക്കൽ പാട്ട് എഴുന്നള്ളിപ്പ് നടന്നു. തുടർന്ന് വാദ്യമേളാഘോഷത്തോടെ ഗജവീരന്റെ പുറത്ത് താലത്തിന്റെ അകമ്പടിയോടെ ഭഗവാനെ ക്ഷേത്രത്തിനകത്തേക്ക് എഴുന്നള്ളിക്കും. നടപ്പുരയിൽ ഈടും കൂറും കഴിഞ്ഞ് കളം പ്രദക്ഷിണം, കളംപൂജ, കളംപാട്ട് എന്നിവയ്ക്ക് ശേഷം രാത്രി 10:30 നാളികേരം എറിയാൻ ആരംഭിക്കും. പ്രസിഡന്റ് KK സുബിദാസ്, സെക്രട്ടറി സുനീഷ് ഐനിപ്പുള്ളി, ട്രഷറർ ഭാസ്കര കുറുപ്പ്, രാജീവ് തറയിൽ എന്നിവർ നേതൃത്വം നൽകും. CCTV ന്യൂസ് കുന്നംകുളം. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് വയോജന ഗ്രാമസഭ സംഘടിപ്പിച്ചു. പഞ്ചായത്തിന്റെ 2024-25 വർഷത്തേക്കുള്ള പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് വയോജനങ്ങൾക്കായുള്ള പദ്ധതികൾ വിഭാവനം ചെയ്യുന്നതിനായി മറ്റം ചോയ്സ് ഓഡിറ്റോറിയത്തിൽ ചേർന്ന വയോജന ഗ്രാമസഭ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് NS ധനൻ അധ്യക്ഷനായി. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ NA ബാലചന്ദ്രൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റനീഷ്, സെക്രട്ടറി നരേന്ദ്രനാഥ്,
ICDS ഓഫീസർ മൃദുല, പഞ്ചായത്ത് അംഗങ്ങളായ PK അസീസ്, അഡ്വക്കേറ്റ് PV നിവാസ്, രാജി വേണു, ജയന്തി ടീച്ചർ, AA കൃഷ്ണൻ, രമ ബാബു എന്നിവർ സംസാരിച്ചു. വിവിധ വാർഡുകളിൽ നിന്നുള്ള വയോജനങ്ങൾ ഗ്രാമസഭയിൽ പങ്കെടുത്തു. കുന്നംകുളം നഗരസഭയിലെ 36-ാം വാർഡ് അഞ്ഞൂർ പാലത്ത് പ്രവർത്തിക്കുന്ന 111 നമ്പർ സേവന അംഗൻവാടിയിലേക്ക് വടുതല ഡോള വെൽഫെയർ ട്രസ്റ്റ് റെഫ്രിജറേറ്റർ നൽകി. അംഗൻവാടി പ്രധാന അധ്യാപിക CK മോളിക്ക്, ട്രസ്റ്റ് സെക്രട്ടറി CA മജീദ്, ട്രസ്റ്റ് അംഗങ്ങളായ മുത്തു, സുബി, ഷുക്കൂർ എന്നിവർ ചേർന്ന് റെഫ്രിജറേറ്റർ കൈമാറി. അംഗൻവാടി കുട്ടികൾ, രക്ഷിതാക്കൾ, കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ സംബന്ധിച്ചു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷി ഗ്രാമസഭ സംഘടിപ്പിച്ചു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായാണ് ഭിന്നശേഷിക്കാർക്കായുള്ള ഗ്രാമസഭ ചേർന്നത്. മറ്റം ചോയ്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന ഭിന്നശേഷിക്കാരുടെ ഗ്രാമസഭ കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് NS ധനൻ അധ്യക്ഷനായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റനീഷ്, ക്ഷേമകാര്യ സ്ഥിര സമിതി ചെയർമാൻ NA ബാലചന്ദ്രൻ, സെക്രട്ടറി നരേന്ദ്രനാഥ്, ICDS ഓഫീസർ മൃദുല, പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് PV നിവാസ്, AA കൃഷ്ണൻ, PK അസീസ്, രാജി വേണു, KK ജയന്തി, രമ ബാബു എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് പരിധിയിലെ 16 വാർഡുകളിൽ നിന്നുള്ള ഭിന്നശേഷിക്കാർ ഗ്രാമസഭയിൽ സംബന്ധിച്ചു. മൊന്നലാംകുന്ന് GFUP സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി സ്വയം പ്രതിരോധ പരിശീലനം ആരംഭിച്ചു. പ്രധാന അധ്യാപിക സുനിത മേപ്പുറത്ത് ഉദ്ഘാടനം ചെയ്തു. BRC കോർഡിനേറ്റർ S അലീന ചൂണ്ടൽ അധ്യക്ഷത വഹിച്ചു. സർവശിക്ഷ കേരള BRC ചാവക്കാടിന്റെ നേതൃത്വത്തിൽ LP UP വിഭാഗത്തിലെ പെൺകുട്ടികൾക്ക് വിവിധ ഘട്ടങ്ങളിലായി പരിശീലനം നൽകും. കരാട്ടെ അധ്യാപകൻ അഭിഷേക് നേതൃത്വം നൽകി. അധ്യാപകൻ ഡോക്ടർ TK അനീസ് സംസാരിച്ചു. 70ഓളം പെൺകുട്ടികൾ പങ്കെടുത്തു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിൽ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം പ്രതിഭ പ്രോത്സാഹനത്തിന്റെ ഭാഗമായി വിവിധ രംഗങ്ങളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ആദരിച്ചു. കേച്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന ആദര ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ മാഗി ജോൺസൺ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് PT ജോസ്, പഞ്ചായത്ത് അംഗങ്ങളായ നാൻസി ആന്റണി, VP ലീല, പ്രധാനാധ്യാപിക സജിത ഹാരിസ് എന്നിവർ സംസാരിച്ചു. LSS സ്കോളർഷിപ്പ് നേടിയ കേച്ചേരി ഗവൺമെന്റ് LP സ്കൂളിലെ VP ദേവർഷ്, NS അഭിനവ് കൃഷ്ണ, അജ്മൽ അൻവർ, ഫറ ഫാത്തിമ, RS അഫ്ലഹ, PS ഫാത്തിമ ഹിബ, ഗാഥ ഫാത്തിമ, AS ഷാഹിന, TR ശിവാനി, USS സ്കോളർഷിപ്പ് വിജയികളായ ചൂണ്ടൽ LIG ഗേൾസ് ഹൈസ്കൂളിലെ ഐശ്വര്യ MS, ഐശ്വര്യ CS, അനന്യ K ഹരിദാസ്, സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ അറബിക് ക്യാപ്ഷൻ റൈറ്റിംഗ് A ഗ്രേഡ് നേടിയ കേച്ചേരി MIC അല്ലമിൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ HY മുഹമ്മദ് യൂനസ്, സ്റ്റേറ്റ് ലെവൽ ശാസ്ത്രഗണിതമേള നമ്പർ ചാർട്ട് A ഗ്രേഡ് ഐഷ സിദ്ദിഖ്, ബീഡ്സ് വർക്ക് A ഗ്രേഡ് ഉമ്മു കുൽസു, വർക്ക് എക്സ്പീരിയൻസ് വെജിറ്റബിൾ പ്രിന്റിംഗ് A ഗ്രേഡ് നേടിയ ഹമീദ, സയൻസ് സ്റ്റിൽ മോഡൽ A ഗ്രേഡ് LIG സ്കൂളിലെ ചൂണ്ടലിലെ അധ്യാപിക ദീപ്തി, സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ വാട്ടർ കളറിലും പെൻസിൽ ഡ്രോയിങ്ങിലും B ഗ്രേഡ് നേടിയ അശ്വിൻ ML എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. CCTV ന്യൂസ് കേച്ചേരി. കടങ്ങോട് ഉണ്ണിമിശിഹ ദേവാലയത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ കൊടിയേറ്റം നടന്നു. ഇന്നലെ വൈകിട്ട് ബൈബിൾ പകർത്തിയെഴുത്ത് പ്രകാശനം നടന്നു. തുടർന്ന് എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന വികാരി ഫാദർ ജോഷി ആളൂർ കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു. തുടർന്ന് വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നോവേന എന്നിവ നടന്നു. തിരുനാൾ കമ്മിറ്റി ജനറൽ കൺവീനർ മെൽവിൻ ജോയ്, ജോയിന്റ് കൺവീനർ റിൻഡോ ജോർജ്, CP തോമസ്, ഷാജി ബാബു എന്നിവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി ശ്രീ ശങ്കരൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെ മകരപ്പത്ത് ആഘോഷത്തിന്റെ ഭാഗമായുള്ള പറപുറപ്പാട് ആരംഭിച്ചു. ഷൊർണൂർ ഗോവിന്ദ് മുരളിയുടെ നേതൃത്വത്തിൽ നടന്ന തായമ്പകയ്ക്ക് ശേഷം കൊടിയേറ്റം നടന്നു. തുടർന്നാണ് പറയെടുപ്പും പറപുറപ്പാടും ആരംഭിച്ചത്. ജനുവരി 24-ാണ് ശങ്കരൻകാവ് മകരപ്പത്ത് ആഘോഷം. എല്ലാ ദിവസവും രാവിലെ 8 മുതൽ 9 വരെ ക്ഷേത്രനടയിൽ പറവെപ്പ് നടക്കും. ക്ഷേത്രം ഊരാളൻ ബാലകൃഷ്ണൻ നമ്പ്യാർ, പ്രസിഡന്റ് കോഴിക്കാട്ടിൽ ശങ്കരൻകുട്ടി മാസ്റ്റർ, സെക്രട്ടറി കക്കാട് ഗോവിന്ദൻകുട്ടി, ട്രഷറർ പട്ടിപ്പറമ്പിൽ ശിവരാമൻ നായർ എന്നിവർ നേതൃത്വം നൽകി. പുതുശ്ശേരി ഐക്യ ആർട്ട് ഫാം സംഘടിപ്പിച്ച വിന്റർ ഫെസ്റ്റിവൽ സമാപിച്ചു. കേരള കലാമണ്ഡലം നിർവാഹക സമിതി അംഗം TK വാസു സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് നിമ്മി ബിനോയ്, TP ബാബുരാജ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് തിരുവനന്തപുരം മാർഗി വിശിഷ്ട അവതരിപ്പിച്ച നങ്ങ്യാർകൂത്ത് അരങ്ങേറി. കലാമണ്ഡലം രതീഷ് ഭാസ്, കലാമണ്ഡലം ജയരാജ്, കലാനിലയം രാജൻ എന്നിവർ നയിച്ച മിഴാവ് ഇടയ്ക്ക ഫ്യൂഷൻ, കുന്നംകുളം ബദനി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കോൽക്കളി എന്നിവയുടെ അവതരണവും നടന്നു.
പഴഞ്ഞി ജെറുസലേം പെട്രോൾ പമ്പിന് സമീപം ശുദ്ധജല പദ്ധതിയുടെ പൈപ്പ് പൊട്ടി. ജൽജീവൻ പദ്ധതിക്കായി ഈ ഭാഗത്ത് കുഴിയെടുത്തിരുന്നു. ശനിയാഴ്ച രാവിലെ വെള്ളം പമ്പ് ചെയ്തപ്പോഴാണ് വൻതോതിൽ വെള്ളം പൊട്ടിയ പൈപ്പിലൂടെ ഒഴുകിയത്. ജെറുസലേം പഴഞ്ഞി റോഡരികിൽ ഒരാഴ്ച മുമ്പ് പൊട്ടിയ ശുദ്ധജല പദ്ധതിയുടെ പൈപ്പ് ഇനിയും നന്നാക്കിയിട്ടില്ല. ഇവിടെയും വൻതോതിൽ വെള്ളം പാഴാകുന്നുണ്ട്. പാറയമ്പാടത്ത് പാവറട്ടി ശുദ്ധജല പദ്ധതി പൊട്ടിയ പൈപ്പ് അറ്റകുറ്റപ്പണി നടത്തി. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഇവിടെ പൈപ്പ് പൊട്ടിയത്. ശക്തമായ വെള്ളത്തിന്റെ ഒഴുക്കിൽ സമീപത്തെ കടകളിലേക്കും വീടുകളിലേക്കും വെള്ളം ഒഴുകിയിരുന്നു. കിഴക്കളൂർ വിശുദ്ധ മറിയം ത്രേസ്യ ദേവാലയത്തിലെ തിരുനാൾ ആഘോഷത്തിന് തുടക്കമായി. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായാണ് ദേവാലയത്തിൽ വിശുദ്ധരായ മറിയം ത്രേസ്യയുടെയും സെബസ്ത്യാനോസിന്റെയും അന്തോണീസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിക്കുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് ചൂണ്ടൽ സാൻതോം ഇടവക വികാരി ഫാദർ സനോജ് അറങ്ങാശ്ശേരി കാർമ്മികനായി പാട്ടുകുർബാനയും ലതീഞ്ഞും നൊവേനയും നടന്നു. തുടർന്ന് വൈദ്യുതി ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മവും സനോജ് അറങ്ങാശ്ശേരി നിർവഹിച്ചു. KCYM യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി തമ്പോലം അരങ്ങേറി. ശനിയാഴ്ച വൈകിട്ട് 6-ന് ഇടവക വികാരി ഫാദർ ലിറിൽ തളിയപ്പറമ്പിലിന്റെ കാർമ്മികത്വത്തിൽ ദിവ്യബലിയും ലതീഞ്ഞും നൊവേനയുമുണ്ടായി. തുടർന്ന് വിശുദ്ധരുടെ രൂപം എഴുന്നള്ളിപ്പ് നടന്നു. വൈകിട്ട് 7-ന് തിരുനാൾ പ്രോഗ്രാം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷാസ് ആൻഡ് ന്യൂ മഹഫിൽ ഡിജിറ്റൽ ഓർക്കസ്ട്രയുടെ മെഗാ മ്യൂസിക്കൽ നൈറ്റ് അരങ്ങേറി. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ ദിവ്യബലിയും 10 മണിക്ക് ആഘോഷമായ തിരുനാൾ കുർബാനയും നടക്കും. മുൻ വികാരി ഫാദർ ആന്റണി തെക്കിനിയത്ത് മുഖ്യ കാർമ്മികനാകും. തുടർന്ന് ബാൻഡ് വാദ്യത്തിന്റെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെ ഇടവക വിശ്വാസികൾ അണിനിരക്കുന്ന ഭക്തിനിർഭരമായ പ്രദക്ഷിണവും ഉണ്ടാകും. യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പ്, വള എന്നിവ പ്രദക്ഷിണമായി രാത്രി 9:20 മുതൽ പള്ളിയിലെത്തി സമാപിക്കും. തുടർന്ന് സംയുക്ത ബാൻഡുമേളം അരങ്ങേറും. വികാരി ഫാദർ ലിറിൽ തളിയപ്പറമ്പിൽ, കൈക്കാരന്മാരായ ഡേവിഡ് അതിയുന്തൻ, ജോസ് ചിരിയങ്കണ്ടത്ത്, ജനറൽ കൺവീനർ സിൻഡോ ചൂണ്ടൽ തുടങ്ങിയവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. CCTV ന്യൂസ് കേച്ചേരി. ചിറക്കൽ കാട്ടകമ്പാൽ റോഡിൽ ചെളി നിറഞ്ഞത് യാത്രക്കാരെ വലയ്ക്കുന്നു. ജലജീവൻ പദ്ധതിയുടെ പൈപ്പിടലിനായി റോഡ് പൊളിച്ചതോടെയാണ് ദുരിതം തുടങ്ങിയത്. ഇതിനിടെ ശുദ്ധജല പദ്ധതിയുടെ പൈപ്പ് പൊട്ടിയതോടെ റോഡിൽ ചെളി നിറഞ്ഞു. പൊട്ടിയ പൈപ്പ് അറ്റകുറ്റപ്പണി നടത്തിയെങ്കിലും റോഡിലെ ചെളി മാറിയില്ല. ചിറക്കുളം മുതൽ അമ്പലനട വരെയുള്ള ഭാഗത്താണ് യാത്രാക്ലേശം രൂക്ഷമായിട്ടുള്ളത്. വീതി കുറഞ്ഞ ഈ ഭാഗത്ത് ജലജീവൻ പദ്ധതിയുടെ പൈപ്പിടാനായി പൊളിച്ചപ്പോൾ റോഡിന്റെ പകുതിയോളം ഭാഗം തകർന്ന നിലയിലായി. റോഡ് നന്നാക്കാൻ നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും MA സംസ്കൃതത്തിൽ 1ാം റാങ്ക് നേടിയ ആതിര വിഷ്ണുദേവിനെ ചാവക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഉപഹാരം നൽകി ആദരിച്ചു. DCC മുൻ പ്രസിഡന്റ് O അബ്ദുറഹ്മാൻ കുട്ടി ഉപഹാരം നൽകി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KV ഷാനവാസ് അധ്യക്ഷത വഹിച്ചു. KV സത്താർ, ഷോബി ഫ്രാൻസിസ്, ഫായിസ് മുതുവട്ടൂർ, PM അബ്ദുൽ ജലീൽ, KS ബാബുരാജ്, ബഷീർ മങ്കേടത്ത്, PM അബ്ദുൽ ഹമീദ്, സിദ്ധാർത്ഥൻ എന്നിവർ സംബന്ധിച്ചു. കൊച്ചനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ പ്രാദേശിക ചരിത്ര രചനയുടെ ഭാഗമായി ഭാസ്കരൻ കൊച്ചന്നൂരിന്റെ കൃഷിയിടം സന്ദർശിച്ചു. കൃഷിയെപ്പറ്റിയുള്ള വിവരങ്ങൾ കുട്ടികൾ ചോദിച്ചറിഞ്ഞു. ഈച്ചറത്തയിൽ ബേബിയുടെ ആധുനിക രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള കുരുമുളക് ഫാമും സംഘം സന്ദർശിച്ചു. പാലക്കുഴി പാടശേഖരത്തിലെ നെൽകൃഷിയിടവും ബിജു കണ്ടംപുള്ളിയുടെ മഠത്തിൽ ഡയറി ഫാമിലെ ബയോഗ്യാസ് പ്ലാന്റും മുളക് കൃഷിയും മഠത്തിൽ സർപ്പക്കാവും കൊച്ചന്നംകുളവും സന്ദർശിച്ചാണ് കുട്ടികൾ മടങ്ങിയത്. സ്കൂളിലെ കൃഷിത്തോട്ടത്തിലേക്ക് മഠത്തിൽ ഡയറി ഫാമിൽ നിന്ന് മണ്ണിര കമ്പോസ്റ്റും ബയോഗ്യാസ് സ്ലറിയും കോവയ്ക്ക തൈകളും ഭാസ്കരൻ കൊച്ചന്നൂർ കൈമാറി. ബ്ലെസി ടീച്ചർ പഠന സന്ദർശനത്തിന് നേതൃത്വം നൽകി. പുത്തൻ ഇന്ത്യ പണിയുവാൻ ശാസ്ത്രബോധം വളരണം എന്ന മുദ്രാവാക്യവുമായി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കുന്നംകുളം മേഖലാ സമ്മേളനത്തിന് തുടക്കമായി. കാട്ടകമ്പൽ YMCA ഹാളിൽ കുന്നംകുളം മേഖലാ പ്രസിഡന്റ് A ജയകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തൃശൂർ സെന്റ് തോമസ് കോളേജ് കമ്പ്യൂട്ടർ സയൻസ് വകുപ്പ് മേധാവി ഡോക്ടർ ജിജു A മാത്യു ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം പത്മവേണുഗോപാൽ മുഖ്യാതിഥിയായിരുന്നു. മേഖലാ സെക്രട്ടറി TA പ്രേമരാജൻ സ്വാഗതം പറഞ്ഞ യോഗത്തിന് കാട്ടകമ്പാൽ യൂണിറ്റ് സെക്രട്ടറി PV പൗലോസ് നന്ദി പറഞ്ഞു. ശാസ്ത്ര സദസ്സിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നെല്ലും പതിരും എന്ന വിഷയത്തിൽ ഡോക്ടർ ജിജു A മാത്യു ക്ലാസ് എടുത്തു. മനുഷ്യന്റെ തലച്ചോറിലുള്ള 84,000 ബില്യൺ ന്യൂറോണുകൾക്ക് സംസ്കരിക്കാൻ കഴിയുന്നതിന് സമാനമായ വിവരങ്ങൾ പ്രോസസ് ചെയ്യാവുന്ന കമ്പ്യൂട്ടറുകളാണ് ഇന്നുള്ളതെന്നും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മനുഷ്യന്റെ ജോലി നഷ്ടപ്പെടുത്തുമോ എന്ന ആശങ്ക നിലനിൽക്കുകയാണെന്നും ആവർത്തിച്ചുള്ള ജോലികൾക്ക് ഇനി മനുഷ്യന്റെ ആവശ്യം കുറയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ടെക്നോളജിയുടെ വളർച്ചയ്ക്കൊപ്പം ഓടാൻ നമുക്ക് കഴിയണമെന്നും ഇന്നത്തെ നിയമങ്ങൾ സൈബർ കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അപര്യാപ്തമാണെന്നും ജിജു അഭിപ്രായപ്പെട്ടു. 10 യൂണിറ്റുകളിൽ നിന്നായി 100ഓളം പ്രതിനിധികൾ പങ്കെടുക്കുന്ന സമ്മേളനം നാളെ തുടരും. സമ്മേളനത്തിൽ മേഖലാ റിപ്പോർട്ടിന്മേലും സംഘടനാ രേഖയിന്മേലും ഉള്ള ചർച്ച, ശാസ്ത്ര ഗവേഷണത്തിനുള്ള ഫണ്ട് യൂണിയൻ സർക്കാർ വെട്ടിക്കുറച്ചതിനെതിരെ പ്രമേയം, ഭാവി പരിപാടികളുടെ ആസൂത്രണം, അടുത്ത വർഷത്തേക്കുള്ള ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് എന്നിവ നടക്കും. CCTV ന്യൂസ് പെരുമ്പിലാവ്.
കേന്ദ്ര സർക്കാരിന്റെ കേരളത്തിനോടുള്ള നിയമന നിരോധനത്തിനും സാമ്പത്തിക ഉപരോധത്തിനും റെയിൽവേ യാത്രാ ദുരിതത്തിനും എതിരെ ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന മനുഷ്യച്ചങ്ങലയ്ക്ക് എരുമപ്പെട്ടി മേഖലാ കമ്മിറ്റി സംഘാടക സമിതി ഓഫീസ് തുറന്നു. CPM വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് MV വിനീത് അധ്യക്ഷത വഹിച്ചു. ഡിവൈഎഫ്ഐ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് MM മഹേഷ്, മേഖലാ സെക്രട്ടറി NM മിഥുൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ VC ബിനോജ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ, കർഷക സംഘം മേഖലാ സെക്രട്ടറി NB ബിജു, മഹിളാ അസോസിയേഷൻ മേഖലാ പ്രസിഡന്റ് ദിവ്യ മനോജ്, ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി അംഗം NS അങ്കിത, ചുമട്ടുതൊഴിലാളി യൂണിയൻ സെക്രട്ടറി VA മനോജ് എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ മതിൽക്കൂട്ടം കാരക്കാടിന്റെ വാർഷികവും കുടുംബസംഗമവും കാരക്കാട് മച്ചിങ്ങൽപ്പടിയിൽ നടന്നു. MV ബഷീറിന്റെ വസതിയിൽ പ്രസിഡന്റ് KV സലീമിന്റെ അധ്യക്ഷതയിൽ പൊതുപ്രവർത്തകൻ RV അബ്ദുൾ മജീദ് ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി VK അജിത് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കലാസാഹിത്യ സാംസ്കാരിക കായിക രംഗങ്ങളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച മതിൽക്കൂട്ടം അംഗമായ ഹുസൈൻ ഗുരുവായൂരിനെ മൊമെന്റോ നൽകി ആദരിച്ചു. കേരള യൂണിവേഴ്സിറ്റി കോഴിക്കോട് ഗവൺമെന്റ് ഡെന്റൽ കോളേജിൽ നിന്നും MDSൽ ഫസ്റ്റ് റാങ്ക് നേടിയ റിനീഷിനെ മൊമെന്റോ നൽകി ആദരിച്ചു. MV ബഷീറിനെ ചടങ്ങിൽ സ്നേഹോപഹാരം നൽകി. സംഗമത്തോടനുബന്ധിച്ച് നടന്ന ചിത്രരചനാ മത്സരത്തിന് രണദേവ് മാധവ്, ഹുസൈൻ എന്നിവർ നേതൃത്വം നൽകി. കരകൗശല നിർമ്മാണ മത്സരം, ക്വിസ് മത്സരം, വിനോദ മത്സരങ്ങൾ എന്നിവ അരങ്ങേറി. സ്നേഹവിരുന്നും സംഗീത സദസ്സും നടന്നു. കുടുംബജീവിതത്തിന്റെ താളം എന്ന വിഷയത്തിൽ ഹുസൈൻ VM സംസാരിച്ചു. സുനിൽ ബാലകൃഷ്ണൻ, രണദേവ് മാധവൻ, NR സിദ്ധാർത്ഥൻ, TV മുഹമ്മദ് അലി, സുബൈർ വലിയകത്ത് എന്നിവർ സംസാരിച്ചു. അംഗങ്ങളായ നൂറുദ്ദീൻ, അബ്ദു TV, ലക്ഷ്മി സുനിൽ എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ് ഗുരുവായൂർ. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ 2023-24 ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗുണഭോക്താക്കൾക്ക് മൺചട്ടിയും പച്ചക്കറി തൈകളും വിതരണം ചെയ്തു. കൃഷിഭവനിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് NS ധനൻ അധ്യക്ഷനായി. വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷക്കീല ഷമീർ, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ NA ബാലചന്ദ്രൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റനീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ ജയൻ പാണ്ഡ്യത്ത്, അഡ്വക്കേറ്റ് PV നിവാസ്, PK അസീസ്, ജയന്തി ടീച്ചർ, AA കൃഷ്ണൻ, രാജി വേണു, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ അജിഷ എന്നിവർ സംസാരിച്ചു. 300 പേർക്കാണ് പച്ചക്കറി തൈകൾ സൗജന്യമായി വിതരണം ചെയ്തത്. മൺചട്ടി വിതരണം ചെയ്യുന്ന പദ്ധതിയിൽ 100 പേർക്ക് 10 മൺചട്ടി വീതമാണ് വിതരണം ചെയ്തത്. പദ്ധതിക്കായി 1.5 ലക്ഷം രൂപയാണ് ജനകീയാസൂത്രണ പദ്ധതിയിൽ വകയിരുത്തിയിരിക്കുന്നത്. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിൽ വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി ഭിന്നശേഷി ഗ്രാമസഭ സംഘടിപ്പിച്ചു. പുതിയ സാമ്പത്തിക വർഷത്തേക്കുള്ള പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി കേച്ചേരി സിറ്റി മഹൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ഭിന്നശേഷി ഗ്രാമസഭ ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ മാഗി ജോൺസൺ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് PT ജോസ്, വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ സുനിത ഉണ്ണികൃഷ്ണൻ, ICDS ഓഫീസർ V ലക്ഷ്മി, പഞ്ചായത്ത് അംഗങ്ങളായ നാൻസി ആന്റണി, ജൂലറ്റ് വിനു, TP പ്രജീഷ്, അഞ്ജു പ്രേംദാസ്, BRC കോർഡിനേറ്റർ പ്രജി ടീച്ചർ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് പരിധിയിലെ 18 വാർഡുകളിൽ നിന്നായി 30ഓളം ഭിന്നശേഷിക്കാർ ഗ്രാമസഭയിൽ സംബന്ധിച്ചു. നെല്ല് സംഭരണം കാര്യക്ഷമമായി നടപ്പിലാക്കണമെന്ന് കർഷക സംഘം കുന്നംകുളം ഏരിയ കമ്മിറ്റി ആവശ്യപ്പെട്ടു. മുണ്ടകൻ കൊയ്ത്ത് കഴിഞ്ഞ നെല്ല് കർഷകൻ പാടത്ത് കൂട്ടിയിട്ടിരിക്കുകയാണെന്നും അസമയത്തു പെയ്ത മഴ കർഷകനെ ദുരിതത്തിലാക്കിയിരിക്കുകയാണെന്നും കർഷക സംഘം ഏരിയ കമ്മിറ്റി ചൂണ്ടിക്കാട്ടി. ജനുവരി 1 മുതൽ നെല്ല് സംഭരണ അപേക്ഷകൾ സപ്ലൈകോ സ്വീകരിക്കുന്നുണ്ടെങ്കിലും നെല്ല് സംഭരിക്കാൻ മില്ലുകളെ ചുമതലപ്പെടുത്തുകയോ സംഭരണം ആരംഭിക്കുകയോ ചെയ്യാത്ത സാഹചര്യത്തിൽ ഇതിനായി വേഗത്തിൽ നടപടികൾ എടുക്കണമെന്ന് കർഷക സംഘം കുന്നംകുളം ഏരിയ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, പ്രസിഡന്റ് AJ സ്റ്റാൻലി, ട്രഷറർ M പീതാംബരൻ, T മുകുന്ദൻ, MV പ്രശാന്ത് എന്നിവർ പങ്കെടുത്തു. മന്ദനാകുന്ന് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഡ്രാഗൺ കരാട്ടെ ക്ലബിന്റെ 25ാം വാർഷികത്തിന്റെ ഭാഗമായി ലോഗോ പ്രകാശനം നടത്തി. ജില്ലാ കളക്ടർ കൃഷ്ണതേജ IAS ഡ്രാഗൺ കരാട്ടെ ക്ലബ് ചീഫ് ഇൻസ്ട്രക്ടർ ഷിഹാൻ മുഹമ്മദ് സലീഹിന് നൽകി ലോഗോ പ്രകാശനം നടത്തി. സെൻസായ്മാരായ ബാദുഷ, ഹുസൈൻ എടയൂർ, അമീൻ ദാമോദർ, സെംബായിമാരായ ഷെദീന സാലിഖ്, മുനീർ, പ്രജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ജനുവരി 13 ശനിയാഴ്ച നടക്കുന്ന വാർഷികാഘോഷം തൃശൂർ MP TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്യും. ഫെബ്രുവരിയിൽ ഡെറാഡൂണിൽ നടക്കുന്ന ദേശീയ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന ഷിഹാൻ മുഹമ്മദ് സലീഹിന്റെ നേതൃത്വത്തിലുള്ള ഡ്രാഗൺ കരാട്ടെ ക്ലബിലെ 4 താരങ്ങളെ അനുമോദിച്ചു. കമ്പ്യൂട്ടർ ഗെയിമുകൾക്ക് പകരമായി റുബിക്സ് പരിശീലനം. എളവള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് കമ്പ്യൂട്ടർ ഗെയിമുകൾക്ക് പകരമായി റുബിക്സിൽ പരിശീലനം നൽകിയത്.
വിദ്യാർത്ഥികളിലെ പഠന സമയങ്ങളിൽ ഭൂരിഭാഗവും നഷ്ടപ്പെടുത്തുന്ന കമ്പ്യൂട്ടർ ഗെയിമുകളെ നിയന്ത്രിക്കാനും പകരം ഏകാഗ്രതയ്ക്കും ബുദ്ധിശക്തിക്കും ഊന്നൽ നൽകുന്ന റൂബിക്സ് പോലെയുള്ളവ കുട്ടികളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് പരിശീലനം നൽകിയത്. 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റ് NCC ഓഫീസർ മേജർ PJ സ്റ്റൈജു പരിശീലനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാലയത്തിൽ നടന്ന പരിശീലനത്തിന് അദ്ദേഹം നേതൃത്വം നൽകി. മൊബൈൽ ഫോണുകളുടെ ഉപയോഗം കുറച്ച് ബുദ്ധിപരമായ വികാസം നൽകുന്ന റൂബിക്സ് കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിന് ഉപകരിക്കുമെന്നതാണ് വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുന്നതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. സ്കൂൾ പ്രധാന അധ്യാപകൻ CS ശ്രീശേഷ് അധ്യക്ഷനായി. അധ്യാപകരായ M ജൽദ്യുത്, ജിജി ഇമ്മാനുവൽ, വിദ്യാർത്ഥികളായ അക്ഷയ് ബാബു, താജുദ്ദീൻ, മീരാകൃഷ്ണ എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ്, കേച്ചേരി. കുന്നംകുളം ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിന്റെ നേതൃത്വത്തിൽ ഏകദിന സുവിശേഷ യോഗം ഞായറാഴ്ച കുന്നംകുളം വിക്ടോറിയ ടൂറിസ്റ്റ് ഹോമിൽ നടക്കും. വൈകിട്ട് 4 മുതൽ 6 വരെ നടക്കുന്ന യോഗത്തിൽ കേരള സ്റ്റേറ്റ് സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ MA ആൻഡ്രൂസ് പ്രസംഗിക്കും. എല്ലാ ഒന്നാം ഞായറാഴ്ചയും വൈകിട്ട് 4 മുതൽ 6 വരെ കുന്നംകുളം വിക്ടോറിയ ടൂറിസ്റ്റ് ഹോമിൽ ഏകദിന സുവിശേഷ യോഗം നടക്കുമെന്ന് കുന്നംകുളം ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പ് ഭാരവാഹികൾ അറിയിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവം മലയാള പ്രസംഗ മത്സരത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ പങ്കെടുത്ത ചാവക്കാട് മമ്മിയൂർ LFCGHSലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ഹൃതിക ധനഞ്ജയന് 2ാം തവണയും A ഗ്രേഡ് ലഭിച്ചു. സ്കൂളിനും നാടിനും അഭിമാനമായി ഹൃതികയുടെ വിജയം. ചാവക്കാട് വിദ്യാഭ്യാസ ഉപജില്ലാ കലോത്സവത്തിൽ സമൂഹമാധ്യമങ്ങളും വിദ്യാർത്ഥികളും എന്ന വിഷയത്തിൽ ഗ്രേഡോടെ 1ാം സമ്മാനം വാങ്ങിയാണ് റവന്യൂ ജില്ലാ കലോത്സവത്തിൽ പങ്കെടുത്തത്. തൃശൂരിൽ നടന്ന റവന്യൂ ജില്ലാ കലോത്സവത്തിൽ ശാസ്ത്രാവബോധത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തിൽ 1ാം സമ്മാനം നേടിയാണ് സംസ്ഥാന കലോത്സവത്തിന് മത്സരിക്കാനെത്തിയത്. പുതിയ കാലത്തെ ജനാധിപത്യ ജാഗ്രത എന്ന വിഷയത്തിൽ നടത്തിയ പ്രസംഗത്തിന് മിടുക്കി A ഗ്രേഡ് നേടി അഭിമാനമായി. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വിവിധ തലങ്ങളെ സമഗ്രമായി അപഗ്രഥിച്ചാണ് പ്രസംഗം മുന്നോട്ടു പോയത്. അവതരണത്തിലെ വേറിട്ട ശൈലി വിധികർത്താക്കളുടെയും ശ്രോതാക്കളുടെയും പ്രശംസ പിടിച്ചുപറ്റി. കഥാരചന, കവിതാരചന, വാർത്താവായന, ക്വിസ് തുടങ്ങിയ വിവിധ മത്സരങ്ങളിലും വിജയിയായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം കോഴിക്കോട് നടന്ന സംസ്ഥാന കലോത്സവത്തിലും പ്രസംഗ മത്സരത്തിലും ഗ്രേഡ് നേടിയിരുന്നു. ചാവക്കാട് ആലുങ്ങൽ ധനഞ്ജയന്റെയും അധ്യാപികയായ സുരഭിയുടെയും മകളാണ് ഈ മിടുക്കി. CCTV ന്യൂസ്, ചാവക്കാട്. കടങ്ങോട് പഞ്ചായത്ത് 2023-24 സാമ്പത്തിക വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം SC വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. 2,25,000 രൂപ വകയിരുത്തി 50 വിദ്യാർത്ഥികൾക്കാണ് മൾട്ടിപർപ്പസ് മേശയും കസേരയും വിതരണം ചെയ്യുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് സെക്രട്ടറി AS ഷാനിബ പദ്ധതി വിശദീകരിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ബീന രമേശ് മുഖ്യാതിഥിയായിരുന്നു. പഞ്ചായത്ത് അംഗങ്ങളായ സൈബുന്നീസ ഷറഫു, രജിത ഷാജി എന്നിവർ സംസാരിച്ചു. കണ്ടാണശ്ശേരി മാക് സംഗീത കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. മാക് ആസ്ഥാനത്ത് നടന്ന പുതുവത്സരാഘോഷം ചോലൂർ കൃഷ്ണൻകുട്ടിയുടെ സഹധർമ്മിണി സരസ്വതി കൃഷ്ണൻകുട്ടി ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. മാക് പ്രസിഡന്റ് ഡോക്ടർ ബാജി വെട്ടത്ത് അധ്യക്ഷനായി. സംസ്ഥാന പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാൻ KV അബ്ദുൽ ഖാദർ, ചാലക്കുടി DYSP TS സിനോജ്, ജവഹർ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ഭാഷകൾക്കതീതമായി മനുഷ്യരെ തമ്മിൽ അടുപ്പിക്കുന്നതാണ് സംഗീതമെന്ന് മുഖ്യ പ്രഭാഷണം നിർവഹിച്ച അബ്ദുൽ ഖാദർ വ്യക്തമാക്കി. ഭാഷയ്ക്കും സംസ്കാരത്തിനും അതീതമാണ് സംഗീതം. മനുഷ്യന്റെ ഏത് വികാരങ്ങൾക്കും ഒപ്പം നിൽക്കാൻ കഴിയുന്നത് സംഗീതത്തിനാണെന്നും അബ്ദുൽ ഖാദർ കൂട്ടിച്ചേർത്തു. പുതുവത്സരത്തിന്റെ ഭാഗമായി സരസ്വതി കൃഷ്ണൻകുട്ടി, TS സിനോജ് എന്നിവർ കേക്കുകൾ മുറിച്ചു. കണ്ടാണശ്ശേരിയിലെ യുവ കലാകാരന്മാരായ ജഗൻ വട്ടംപറമ്പിൽ, ജയൻ, ബാലൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി മാക് ഓർക്കസ്ട്ര ഒരുക്കിയ സംഗീത വിരുന്നുമുണ്ടായിരുന്നു. ചാവക്കാട് അതിർത്തി കൾച്ചറൽ ആൻഡ് വെൽഫെയർ അസോസിയേഷൻ 4ാം വാർഷികാഘോഷം നാളെ വൈകിട്ട് 4 മണിക്ക് വിപുലമായ പരിപാടികളോടെ നടത്തുമെന്ന് ഭാരവാഹികളായ AK അബ്ദുൽ ഖാദർ, KV ഷാനവാസ്, കരീം തറയിൽ എന്നിവർ അറിയിച്ചു. സാംസ്കാരിക സദസ്സ്, പ്രതിഭകളെ ആദരിക്കൽ, സംഗീത സന്ധ്യ എന്നിവ ഉണ്ടാകും. വൈകിട്ട് 4-ന് TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്യും. KV ഷാനവാസ് അധ്യക്ഷത വഹിക്കും. NK അക്ബർ MLA, കവി റഫീഖ് അഹമ്മദ് എന്നിവർ മുഖ്യാതിഥികളാകും. വൈകിട്ട് 7-ന് അതിർത്തി ഫെസ്റ്റ് സംഗീത സന്ധ്യയും ഉണ്ടാകുമെന്ന് മജീദ് പരപ്പിൽ, KV യൂസഫ് അലി എന്നിവർ അറിയിച്ചു. സെൻട്രൽ അതിർത്തി കൾച്ചറൽ ആൻഡ് വെൽഫെയർ അസോസിയേഷൻ അഥവാ അക്വ എന്ന സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ധനശേഖരണാർത്ഥം കൂടി നടക്കുന്ന വാർഷികാഘോഷ പരിപാടി ബഹുമാന്യനായ തൃശ്ശൂരിൻ്റെ MP ശ്രീ TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്യുന്നതും ഗുരുവായൂർ MLA ശ്രീ NK അക്ബർ മുഖ്യപ്രഭാഷണം നടത്തുകയും പ്രശസ്ത ഗാനരചയിതാവ് ശ്രീ റഫീഖ് അഹമ്മദ് മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നു.
പഴഞ്ഞി സ്കൂൾ ഗ്രൗണ്ടിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിർമ്മിച്ച ഫ്ലഡ്ലിറ്റ് വോളിബോൾ കോർട്ടിൽ ആദ്യമായി നടത്തിയ മത്സരത്തിൽ കാട്ടകമ്പാൽ, ചിറക്കൽ, തണൽ കലാസാംസ്കാരിക വേദി ചാമ്പ്യന്മാരായി. അങ്കമാലി VFAയെ 1-2 സെറ്റുകൾക്കാണ് തണൽ ടീം തോൽപ്പിച്ചത്. വിജയികൾക്ക് കാട്ടകമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ ട്രോഫികൾ സമ്മാനിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ബബിത ഫിലോ, KT ഷാജൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം NK ഹരിദാസൻ, സംഘാടക സമിതി കൺവീനർ EA മൊയ്തുട്ടി, PTA പ്രസിഡന്റ് PM അലി, സാബു ഐനൂർ, ജോമോൻ K ജോസ് എന്നിവർ സംസാരിച്ചു. മുതിർന്ന കളിക്കാരെ സമ്മേളനത്തിൽ ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് 2024-25 വർഷത്തേക്കുള്ള പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് വയോജനങ്ങൾക്കായുള്ള പദ്ധതികൾ വിഭാവനം ചെയ്യുന്നതിനായി കേച്ചേരി സിറ്റി മഹൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് ചേർന്ന വയോജന ഗ്രാമസഭ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PT ജോസ് അധ്യക്ഷനായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ മാഗി ജോൺസൺ, സെക്രട്ടറി KE ഉണ്ണി, പഞ്ചായത്ത് അംഗങ്ങളായ VP ലീല, ജൂലറ്റ് വിനു, നാൻസി ആന്റണി, TP പ്രജീഷ്, NS ജിഷ്ണു, PS സന്ദീപ് എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തിലെ 18 വാർഡുകളിൽ നിന്നായി 50ഓളം വയോജനങ്ങൾ ഗ്രാമസഭയിൽ പങ്കെടുത്തു. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബഥാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ ദേശീയ കാർഷിക ദിനം ആചരിച്ചു. മുൻ പ്രധാനമന്ത്രി ചൗധരി ചരൺ സിംഗിന്റെ ജന്മദിനമാണ് ദേശീയ കാർഷിക ദിനമായി ആചരിക്കുന്നത്. കൃഷിയുടെ പ്രാധാന്യം, ആവശ്യകത എന്നിവയെക്കുറിച്ച് അറിയുന്നതിനും കർഷകരെ ആദരിക്കാനുമാണ് ദിനാചരണം നടത്തുന്നത്. 4ാം ക്ലാസ് വിദ്യാർത്ഥികൾ പ്രസംഗം, നൃത്തം, നാടകം എന്നിവ അവതരിപ്പിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC, പ്രിൻസിപ്പൽ ഷേബ ജോർജ്, വൈസ് പ്രിൻസിപ്പൽ C രാധാമണി, അധ്യാപകർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 5770 രൂപ, പവന് 46,160 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 78 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേവാലയങ്ങൾക്കും വീടുകൾക്കും മുന്നിൽ പിണ്ടിയിൽ ദീപാലങ്കാരമൊരുക്കിയും വഴിയോരങ്ങൾ അലങ്കരിച്ചും ദനഹ പെരുന്നാൾ ആഘോഷം. വിശ്വാസികൾ ദനഹയെ വരവേൽക്കുന്നത് യേശുക്രിസ്തുവിന്റെ മാമോദിസ ചടങ്ങിനെ അനുസ്മരിച്ച്. തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി വൈദ്യുതി ദീപപ്രഭയിൽ ചിറ്റാറ്റുകര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയം. നിറപ്പറകളുടെ സമൃദ്ധിയിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പിള്ളേർ താലപ്പൊലി ആഘോഷിച്ചു. ക്ഷേത്രത്തിലെ ഉപദേവതയായ എടത്തിരികത്തുകാവ് ഭഗവതിക്ക് നാട്ടുകാരുടെ വകയായി താലപ്പൊലി സംഘത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ആഘോഷത്തിൽ പങ്കെടുത്ത് ആയിരങ്ങൾ ഭഗവതിയുടെ അനുഗ്രഹം നേടി. വ്യക്തിവൈരാഗ്യത്തെ തുടർന്ന് ഭിന്നശേഷിക്കാരനായ യുവാവിനെ ആക്രമിച്ചു പരിക്കേൽപ്പിച്ച കേസിൽ പ്രതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് കിഴൂർ സ്വദേശി കറുപ്പം വീട്ടിൽ 39 വയസ്സുള്ള അസീസ്. ആക്രമണത്തിന് കാരണം അതിർത്തി സംബന്ധിച്ച തർക്കങ്ങൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.